കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഗ്ലൂ ഗൺ സ്റ്റിക്കും തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിൽ ഇനി ഒരെണ്ണം പോലും ഇല്ലാന്ന്. ഈയിടെയായിട്ട് ഫുൾ ക്രാഫ്റ്റ് ചെയ്യുന്നതും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ്. സാധാ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടി വരാനായിട്ട് നല്ല ടൈം എടുക്കുമല്ലോ. ഇതിനൊക്കെ നല്ല ക്ഷമയും വേണം, സമയവും വേണം. എൻ്റെ അടുത്ത് തീരെ ഇല്ലാത്തതാണ് ഈ പറഞ്ഞ രണ്ട് സാധനവും. അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ വാങ്ങാൻ ചെന്നപ്പോഴേക്കും അവിടെ ആകെയുള്ളത് കളേർഡ് ഗ്ലൂ സ്റ്റിക്സ് മാത്രമാണ്. കളേർഡ് ഗ്ലൂ സ്റ്റിക്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുമില്ലാതെങ്കിലും ഭേദമല്ലേന്ന് ഓർത്ത് അതും വാങ്ങിയിട്ട് പോന്നു. ആ ഗ്ലൂ സ്റ്റിക്സിനെ പരീക്ഷിച്ചാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിലേക്ക് എത്തിയത്. ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്തു തുടങ്ങിയ ക്രാഫ്റ്റാണ് ഇത്. ആദ്യം ഗ്ലൂ സ്റ്റിക്സ് വെച്ചിട്ട് കുറെ ഹാർട്ട് ഉണ്ടാക്കി. പിന്നെ എനിക്ക് തോന്നി പശയും ഗിൽറ്റും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഉണ്ടാക്കി രസം തോന്നിയിട്ട് 5-8 ഹാർട്ട്സ് ഉണ്ട്. പിന്നെ ഈ ഹാർട്ട്സ് എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നായിരുന്നു ചിന്ത. ആദ്യം വിചാരിച്ച് ഫ്ലവർ വൈസിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോഴാണ് അവിടെ ഒരു തെർമോക്കോൾ കിടക്കുന്ന കണ്ടത്. പിന്നെ ഞാൻ ആ തെർമോക്കോളിൽ കുത്തി നിർത്തി. പിന്നെ താഴെ ഇരുന്ന് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചുമ്മാ ഒന്ന് മടക്കി നോക്കിയതാ. അപ്പതേ ബൊക്ക പോലെ വന്നു. പിന്നെ അവിടെ ഇരുന്ന് റിബൺ എടുത്ത് കെട്ടി കൊടുത്തിട്ട് ഒരു ബോയും വെച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഈ ബൊക്ക ഉണ്ടായത്. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്.